പി.കെ. നവാസ്, ഇപ്പോൾ ഈ വഖഫ് ബോർഡിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ തീവട്ടിക്കൊള്ള നടത്തുന്നു. ആ കൊള്ള തടയാനുള്ള സർക്കാരിന്റെ ശ്രമമാണ്. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറയുന്ന ഒരു കാര്യം, വഖഫ് ഇങ്ങനെ പണക്കൊഴുപ്പിൽ ഇങ്ങനെ തടിച്ചു കൊഴുക്കുകയാണ്, പക്ഷേ സാധാരണ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ഒരു പങ്കും ലഭിക്കുന്നില്ല. അപ്പോൾ ദരിദ്രരായ മുസ്ലിങ്ങളെ സഹായിക്കാൻ കൂടിയാണ് ഇതിലുള്ള സർക്കാരിൻ്റെ ഇടപെടൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ പാർലമെന്റ് മന്ദിരത്തിന് പോലും അവകാശവാദം ഉന്നയിക്കുന്നു വഖഫിന്റെ പേരിലെന്ന്. അതും UPA സർക്കാർ എഴുതി കൊടുക്കാനുള്ള ശ്രമമുണ്ട്. അതിപ്പോൾ കോടതിയിലാണ്. ഇതാണ് കിരൺ റിജിജു ആവർത്തിച്ച് പറഞ്ഞത്. അതിന് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദം കൂടിയാണ് ഇപ്പോൾ ശ്രീപത്മനാഭൻ എടുത്തു പറയുന്നത്. നവാസ്. ശ്രീമതി സ്മൃതി, ശ്രീപത്മനാഭൻ്റെ സംസാരത്തിലെ ധിക്കാരത്തിൻ്റെ ഒരു ഭാഷ അത് മലയാളി കേൾക്കുന്നുണ്ട്. നമ്മൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാറുള്ള റൂസോയാണ് ഒരു ജനാധിപത്യ സിസ്റ്റം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജനാധിപത്യത്തിനൊരു കുഴപ്പമുണ്ട്. എന്താ ജനാധിപത്യത്തിൻ്റെ കുഴപ്പം? അതൊരു ഭൂരിപക്ഷാധിപത്യമാണ് എന്ന് റൂസോ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ രണ്ടാമത്തെ ഒരു വരിയിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ കൊണ്ട് പരിപൂർണമായൊരു ജനാധിപത്യം സാധ്യമല്ല, കാരണം അവിടെ ഒരു ഭൂരിപക്ഷാധിപത്യം ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ലോകത്ത് താരതമ്യേന ജനപ്രിയമായ ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന നിലയ്ക്ക്. ആ ജനാധിപത്യം ഉൾക്കൊണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യക്കകത്ത് ഭൂരിപക്ഷാധിപത്യം, അവർക്ക് ജനാധിപത്യത്തിനകത്ത് ഭൂരിപക്ഷം നേടിയവരുടെ ഭൂരിപക്ഷാധിപത്യത്തിൻ്റെ പേരിൽ സ്വന്തമായി ധിക്കാരത്തിൻ്റെ ഭാഷയിൽ പാർലമെൻറ്റുകളിൽ നിയമങ്ങൾ പാസ്സാക്കുകയും രാജ്യത്തിൻ്റെ ഭരണഘടനയെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഈ വഖഫ് ബില്ലിൽ നിന്ന് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, സ്വന്തം സംസ്ഥാനത്തെ തൻ്റെ ജനങ്ങളെ കൊന്നു തിന്ന ഒരാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഇതിനേക്കാൾ മാന്യമായൊരു ഭരണം ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ ന്യൂനപക്ഷം പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി വഖഫുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്, ഇതിൽ യഥാർത്ഥത്തിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവർ നിരന്തരമായി പറയുന്നത് ഇത് വഖഫ് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്നാണ്. വഖഫ് സംരക്ഷിക്കാൻ വഖഫ് സ്വത്തുക്കൾ ആരൊക്കെയോ കൈയേറ്റം ചെയ്യപ്പെടുന്നു, ആരൊക്കെയോ അത് തിന്നുകളയുന്നു, അത് വിറ്റ് തുളച്ച് കളയുന്നു. അതുകൊണ്ട് അത് സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ആദ്യത്തെ എൻ്റെ ചോദ്യം, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ വഖഫ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് മുൻപിലുണ്ട്? വഖഫ് ബോർഡിൻ്റെ ആൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡിൻ്റെ കണക്കുകളുണ്ട്. ഏകദേശം 117 സ്ഥാപനങ്ങൾ നിലവിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് എവിടേക്കാണ്? ആരാണ് ഇത് കൈവശം വെച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ചൊരു പരിശോധനയോ ഒരു റിപ്പോർട്ടോ രാജ്യത്തിൻ്റെ കയ്യിലുണ്ടോ? ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? വഖഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായി മുസ്ലിം സമുദായമാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. രാജ്യത്തെ ഏതെങ്കിലും മുസ്ലിം സംഘടന ഞങ്ങളുടെ വഖഫുമായി ബന്ധപ്പെട്ട് ഇത് നഷ്ടപ്പെട്ടു പോകുന്നതിനോട് ഗവൺമെൻറ് ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി ഈ വഖഫിൻ്റെ പൂർണ്ണമായ സംരക്ഷണമാണ് ഈ വഖഫ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് രാജ്യത്ത് ഇന്ന് മന്ത്രി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം സ്മൃതി ശ്രദ്ധിക്കണം. ഒന്ന്, അനന്തരാവകാശികൾക്ക് ഈ വഖഫ് തിരിച്ചെടുക്കാം. അപ്പോൾ ഈ വഖഫ് നഷ്ടപ്പെടുകയാണോ ഉണ്ടാകുന്നത്, സംരക്ഷിക്കപ്പെടുകയാണോ ഉണ്ടാകുന്നത്? എൻ്റെ പൂർവ്വപിതാക്കന്മാർ സംഭാവന ചെയ്ത ഈ വഖഫ് സ്വത്തുക്കൾ, ബിൽഡിങ്ങുകളോ കെട്ടിടമോ സ്ഥലമോ, അത് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ വഖഫ് സ്വത്ത് നഷ്ടമാണോ സംഭവിക്കുന്നത്, അതോ അതിൻ്റെ സംരക്ഷണമാണോ ഈ ബില്ല് കൊണ്ട് സംഭവിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, തർക്കത്തിൽ നിൽക്കുന്ന ഒരു ഭൂമി ഉണ്ടെങ്കിൽ, ആ തർക്കത്തിൽ ഭൂമി നിൽക്കുമ്പോൾ ആ ഭൂമി ഗവൺമെൻറ്റുമായാണ് തർക്കമെങ്കിൽ അതിൽ ആരാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്? അത് കളക്ടറോ ഗവൺമെൻറ് തന്നെ നിശ്ചയിക്കപ്പെടുന്ന ഒരാളോ ആണ്. അവിടെ ഭൂമി യഥാർത്ഥത്തിൽ സർക്കാരുമായി ഒരു നിയമയുദ്ധം നടക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ തന്നെ ഒരു പ്രതിനിധി ഇതിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ ആ ഭൂമി വഖഫിന് ലാഭമാണോ നഷ്ടമാണോ സംഭവിക്കുക? യഥാർത്ഥത്തിൽ വഖഫിൻ്റെ ഭൂമി സംരക്ഷിക്കാനോ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനാണോ അത് കട്ടെടുക്കാനാണോ ഈ നിയമം കൊണ്ടുവന്നത് എന്ന് സ്വാഭാവികമായൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഇതിനകത്ത് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സെക്ഷൻ 3 പ്രകാരം എനി പേഴ്സൺ പ്രാക്ടീസിങ് ഫോർ ഇസ്ലാം അറ്റ്ലീസ്റ്റ് 5 years. ഞാൻ അത്ഭുതത്തോടു കൂടി ഇത് വായിച്ചത്. എങ്ങനെയാണ്? ഞാൻ 5 വർഷം മതചിട്ടകൾ നിവർത്തിച്ച ഒരാളാണെങ്കിൽ മാത്രമേ എനിക്ക് വഖഫ് ചെയ്യാൻ പാടുള്ളൂ. അതാരാ പരിശോധിക്കുക? ഞാൻ എൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ ദൈവത്തിന് മതപ്രകാരം ജീവിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് പരിശോധിക്കാൻ രാജ്യത്തൊരു ഗവൺമെൻറ് സാധ്യമാവുമോ? ഏതെങ്കിലും പാരാമീറ്റർ വെച്ച് അളക്കാൻ സാധിക്കുമോ? പരമവിഡ്ഢിത്തമല്ല ഈ നിയമത്തിനകത്ത് അവർ എഴുതി വെച്ചൊരു കാര്യം. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ സെക്ഷൻ 4 അവർ എഴുതി വെക്കുന്നൊരു കാര്യം, സർക്കാരിനൊരു വാദം ഉന്നയിക്കുകയാണ്. ഒരു ഭൂമിയിൽ തർക്കം ഉണ്ടാവുകയാണ്. ആ തർക്കം ഉണ്ടായാൽ പിന്നെ എന്താണ്? ആ തർക്കത്തിൽ പരിഹാരം കാണും. നേരത്തെ പറഞ്ഞ കളക്ടറോ ആരെങ്കിലും കാണും. ഒരു വെള്ള പേപ്പറിൽ ഒരു പേര് എഴുതി കൊടുത്താൽ, ഒരു പരാതി എഴുതി കൊടുത്താൽ ഏത് ഭൂമിയിൽ തർക്കം ഉണ്ടാവില്ലേ?
വഖഫ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന്റെ സംരക്ഷണമാണ് ഈ നിയമം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇന്ന് മന്ത്രി പറഞ്ഞതും അതാണെങ്കിൽ, നിയമത്തിനകത്ത് എഴുതിയത് ഈ വഖഫ് സ്വത്തുക്കൾ എൻക്രോച്ച് ചെയ്യാൻ, അത് കട്ടെടുത്ത് കൊണ്ടുപോകാൻ കഴിയും വിധം ഈ നിയമത്തെ നിങ്ങൾ തകർത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ രണ്ടാമതായ ഒരു കാര്യം പറയുന്നത്, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം മാത്രമായിട്ടല്ല നിങ്ങൾ ഇതിനെ കാണേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഈ നിയമം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ന്യൂനപക്ഷ അവകാശം 25 മുതൽ 30 വരെയുള്ള അവകാശങ്ങളുടെ ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 30 വരെയുള്ള ന്യൂനപക്ഷ അവകാശങ്ങളുടെ മുകളിൽ ഒരു കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ ഈ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് KC വേണുഗോപാൽ ഇന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചത്. ഇത് നിയമസഭ പാർലമെന്റിനകത്ത് ബുൾഡോസറിംഗ് നടത്തുകയാണ് എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരണഘടനയെ മറികടന്നും ഞങ്ങൾ നിയമം ഉണ്ടാക്കും. ഇതുപോലെ നിയമം ഉണ്ടാക്കിയിരുന്നു. അത് NRC CAയുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഇതിനേക്കാൾ ഭൂരിപക്ഷമുള്ള പാർലമെന്റിൽ നിങ്ങൾ ബില്ല് അവതരിപ്പിച്ചിരുന്നു എന്ന് കരുതി ഇന്ത്യ ഒലിച്ചുപോയോ, ഇന്ത്യയിലെ ഈ സമുദായങ്ങൾ ഭയപ്പെട്ട് പിന്മാറുകയോ അല്ല ചെയ്തത്. രാജ്യത്തിന് നീതിപീഠത്തിന് മുന്നിൽ ചെന്ന് ഞങ്ങളുടെ പരാതി പറയുകയും അത് ബോധ്യപ്പെടുത്തുകയും നീതിപീഠത്തിന്റെ വ്യവഹാരത്തിൽ നിൽക്കുകയും ചെയ്യണം. 4 വർഷം മുൻപ് നിങ്ങൾ പാസാക്കിയ നിയമം ഇന്ന് നീതിപീഠത്തിന്റെ വ്യവഹാരത്തിന് മുമ്പിൽ പിടിച്ചുകെട്ടാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ നിർഭയം പറയുന്നു, ഈ രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ അങ്ങനെ BJPക്ക് താല്പര്യമുള്ളവർക്കോ അടിച്ചു കൊണ്ടുപോകാൻ കഴിയും വിധത്തിലേക്ക് ലൂക്കുകളുള്ള ഒരു നിയമപരിഷ്കാരം കൊണ്ടുവന്ന് ഈ സ്വത്തുക്കൾ കൈയടക്കാമെന്ന് BJPയോ ബന്ധപ്പെട്ടവരോ കരുതുന്നുവെങ്കിൽ കൃത്യമായി പറയുന്നു, ഞങ്ങൾ ഇനിയും പ്രതീക്ഷ കൈവിടാത്തവരാണ്. രാജ്യത്തെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമൂഹങ്ങൾ എന്ന് പറയുന്നവർ അവർ രാജ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. രാജ്യത്തിന്റെ ഭരണഘടനയെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് നീതിപീഠത്തിന് മുമ്പിൽ ഇത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇത് ബില്ലിൽ പാസ്സായി സാധ്യമാകുന്നത്. ദേവസ്വമായൊരു താരതമ്യം വേണ്ട, പള്ളികളിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബോർഡിലേക്ക് അമുസ്ലിങ്ങളാകാം എന്നുകൂടി പറയുകയാണ്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ ഭൂമി എന്ന് പറയുന്ന പാർലമെന്റ് നിൽക്കുന്ന സ്ഥലം പോലും വഖഫ് ബോർഡിന്റേതാണ്, അല്ലെ വഖഫിന്റേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അത് UPA സർക്കാർ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അതിപ്പോൾ കോടതിയിലാണ് എന്നൊരു വാദം കൂടിയാണ് റിജിജു ഇന്ന് സഭയിൽ പറഞ്ഞത്. അതിനുള്ള മറുപടി അല്ല, ഞാൻ പറയുന്നത് അത്തരത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വഖഫ് ട്രൈബ്യൂണൽ ഉണ്ടല്ലോ. ആ ട്രൈബ്യൂണലിന് മുമ്പിൽ രാജ്യത്തിന്റെ ഹൈക്കോടതികളുണ്ട്, അതിന് മുകളിൽ സുപ്രീം കോടതികളുണ്ട്. അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല എന്നൊരു രീതിയിലാണ് അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ ചിരിയുടെ അർത്ഥം. അതെ, അതാണല്ലോ അവരുടെ വാദം ഇതാണല്ലോ. എങ്കിൽ ട്രൈബ്യൂണലിന് മുകളിൽ സുപ്രീം കോടതി ഇല്ലേ? അല്ല, രാജ്യത്ത് സുപ്രീം കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതിക്കുള്ള ഹൈക്കോടതി ഉണ്ടല്ലോ, അവിടെയൊക്കെ പോകാലോ. ട്രൈബ്യൂണൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അങ്ങനെയല്ല എന്ന് വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമം BJP ബോധപൂർവം നടത്തുന്നുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ പാർലമെന്റിൽ മത നിയമം എന്ന മട്ടിലാണ് അത് വ്യാഖ്യാനിക്കുന്നത്. രാജ്യത്തിന് നിയമം അനുസരിച്ചാൽ പിന്നെ ഏത് നിയമം അനുസരിച്ചാണ്? അല്ല, അത് അവരുടെ നറേഷനുകളല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചല്ലെങ്കിൽ ഞാൻ കൃത്യമായി ചോദിക്കുന്നു, ഇന്ന് രാജ്യം നിലനിൽക്കുന്ന അതെ ഞാൻ പറയുന്ന അതെ ശരി BJP ഉണ്ടാക്കുന്ന നറേഷൻ ഇത് ഈ പറയുന്ന ട്രൈബ്യൂണലുകൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ നിയമം അനുസരിച്ചൊന്നല്ല, പിന്നെയോ അതൊരു മുസ്ലിം നിയമം അനുസരിച്ചാണ്. അങ്ങനെയല്ല, രാജ്യത്തിന്റെ നിയമത്തിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നൽകിയ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് സാധ്യമാകും. അത് ഭരണഘടനാ അവകാശങ്ങളാണ്. അല്ലാതെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു നിയമം ഉണ്ടാക്കിയിട്ടല്ല ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്. ഇനി ട്രൈബ്യൂണൽ പരാതി ഉണ്ടെങ്കിൽ രാജ്യത്തിന്റെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഈ പറയുന്ന ട്രൈബ്യൂണലിന്റെ മുകളിലാണല്ലോ, അതിന് മുകളിൽ അപ്പീലിന് പോകാനോ അവിടെ തടസ്സമൊന്നുമില്ലല്ലോ. ഇത് വെറുതെ ഇവർ ഇല്ലാത്ത നുണകൾ ഉണ്ടാക്കി, കള്ളത്തരങ്ങൾ ഉണ്ടാക്കി, ജനങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ആ കൺഫ്യൂഷനിലൂടെ യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു ഘട്ടം വരെ അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആശങ്ക. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.